ഇന്ത്യയുമായുള്ള സമാധാന ചർച്ചകൾക്കായി പാക് പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ ശ്രമിക്കുമ്പോൾ അതിർത്തിയിൽ ഇന്ത്യ ഭീകരർ ഏറ്റുമുട്ടൽ രൂക്ഷമാവുകയാണ്. കാശ്മീരിൽ ഭീകരരും സൈന്യവുമായ ശക്തമായ ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ഭീകരരെ സൈന്യം വളഞ്ഞതായുള്ള വിവരമാണ് ലഭിക്കുന്നത്. കുപ്വാര ജില്ലയിലാണ് ഭീകരരും സൈന്യവുമായുള്ള ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്നത്. കശ്മീരിൽ വീണ്ടും ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. 3 ഭീകരരെ സൈന്യം വളഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇവരെ 3 പേരെയും വധിക്കും എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കുപ്വാര ജില്ലയിലെ ഹാദ്വാരയിലാണ് ഇപ്പോൾ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി 9 മണിയോടെയാണ് സൈന്യവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായത്. എന്നാൽ 1 മണിവരെ ഭീകരരെ ഒരു തരത്തിലും അനങ്ങാൻ വിടാത്ത തരത്തിൽ ഇന്ത്യൻ സൈന്യം വളഞ്ഞിരുന്നു. എന്നാൽ 1 മണിയോടുകൂടി വീണ്ടും ഭീകരരുടെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടാവുകയും സൈന്യം ശക്തമായി തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത്. ഇപ്പോഴും ശക്തമായ രീതിയിൽ കുപ്വാരയിലെ ഹാദ്വാര ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമിയെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. UAPA പ്രകാരമാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക് ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയ വിജ്ഞാപനത്തിൽ വിശദമാക്കുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ ആഴ്ച നടത്തിയ റെയ്ഡുകളിൽ സംഘടനയുമായി ബന്ധമുള്ള 30-ലധികം പേരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി നേതാവ് ഡോക്ടർ അബ്ദുൽ ഹാമിദ് ഫായിസ്, വക്താവ് സാഹിദ് അൽ, മുൻ ജനറൽ സെക്രട്ടറി ഗുലാം ഖ്വാദിൽ എന്നിവരടക്കമാണ് അറസ്റ്റിലായിട്ടുള്ളത്. അനന്ത്യാഗ്, ദയാഗാം, പഹൽഗാം, ട്രാൽ എന്നിവിടങ്ങളിൽ നിന്നും സംഘടനാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ പിന്നിൽ സംഘടനയ്ക്ക് വ്യക്തമായ പങ്കുണ്ടെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നത്. അതേസമയം കശ്മീരിലും 10% സാമ്പത്തിക സംവരണം ബാധകമാക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നിലവിൽ നിയന്ത്രണ രേഖയിൽ താമസിക്കുന്നവർക്കുണ്ടായിരുന്ന പ്രത്യേക സംവരണം രാജ്യാന്തര അതിർത്തിയിൽ താമസിക്കുന്നവർക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വ്യോമാക്രമണം ചെറുക്കുന്നതിനിടെ പിടിയിലായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധനെ ഇന്ന് ഇന്ത്യക്ക് കൈമാറും. വാഗ അതിർത്തി വഴിയാകും അഭിനന്ദനെ കൈമാറുന്നത്. അഭിനന്ദനെ സ്വീകരിക്കാനായി കുടുംബവും അവിടെ എത്തിയിട്ടുണ്ട്. 30 മണിക്കൂർ നീണ്ട പിരിമുറുക്കത്തിനും സംഘർഷാവസ്ഥയ്ക്കും ശേഷമാണ് വിംഗ് കമാൻഡർ അഭിനന്ദനെ വിട്ടയക്കാൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ പ്രഖ്യാപനം നടത്തുന്നത്. റാവൽപിണ്ടിയിൽ നിന്ന് ലാഹോറിലും പിന്നീട് വാഗ അതിർത്തിയിലും എത്തിച്ചതിനു ശേഷം വിംഗ് കമാൻഡർ അഭിനന്ദനെ വിട്ടയക്കുമെന്നാണ് ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.